ഞാൻ രാജലക്ഷ്മി പിള്ളൈ കൊച്ചിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് BHI 145-ന്റെ 2-3 യൂണിറ്റാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത്. ഇത് തുടങ്ങുന്നത് 2ാമത്തെ യൂണിറ്റിൽ വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാര്യം. ഫ്രഞ്ച് റവല്യൂഷനാണ് ഏറ്റവും യൂറോപ്യൻ ഹിസ്റ്ററിയിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടെ എന്തുകൊണ്ടാണ് ഇത് ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അതാണ് ആ യൂറോപ്യൻ ഹിസ്റ്ററിയിൽ ഈ ഡെസ്പോട്ടിക് റൂളിന് ഒരു അവസാനം കുറിച്ചത്. അതുകൊണ്ടാണ്. അത് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു മോഡേൺ സ്റ്റേറ്റ്, അതായത് നേഷൻ എന്നുള്ളതിലേക്ക് കൊണ്ടുവന്ന് തെച്ചതും ഈ ഫ്രഞ്ച് റവല്യൂഷനാണ്. ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്കലി പ്രിൻസിപ്പിൾസും അതേമാതിരി അവരുടെ രാജഭരണം എന്നുള്ളതാണ്. അപ്പോൾ റവല്യൂഷണറി ആക്ഷൻസ് ഡോക്ട്രിൻസ് അതായത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി ഒക്കെ ഒന്ന് പച്ചപിടിച്ച് വരികയും സൊസൈറ്റിയിൽ വേൾഡ് വൈഡ് ആയിട്ട് ആ നേഷൻ ബിൽഡിംഗ് എന്നുള്ള ആ പുരോഗതിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ റവല്യൂഷൻ എന്താന്ന് വെച്ചാൽ അവിടെ പോപ്പുലർ ആയിട്ടുള്ള മെനു പീപ്പിൾ, അതായത് സാധാരണക്കാര് റവല്യൂഷണറീസ് ആയിട്ട് മാറുന്നതും, അതിൽ ഈ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയും. തേർഡ് എസ്റ്റേറ്റിനാണ് സാധാരണക്കാരായിട്ട് പറയുക. അവരുടെ പ്രോബ്ലംസ് പുഷ് ചെയ്ത് അവസാനം ഒരു റവല്യൂഷണറി ലെവലിലേക്ക്, ഒരു വാറിന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് എത്തുകയും അവിടുത്തെ രാജാക്കന്മാരെ അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവരെ ഗില്ലറ്റിൻ ചെയ്യുമ്പോഴാണ് അത് റവല്യൂഷണറി ലെവലിൽ എത്തുന്നത്. പഴയ രാജ്യഭരണം മാറ്റി പുതിയ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യഭരണം എടുത്തു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഫ്രാൻസിന്റെ ചരിത്രത്തിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രി ആയിട്ട് മാറുന്നത് ആ കാലഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ എക്കണോമിക് ക്രൈസിസ് എന്താണെന്ന് വെച്ചാൽ അവിടെ പോപ്പുലർ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്തായിരുന്നു നോക്കണം. ആ കാലഘട്ടങ്ങളിൽ അതായത് ഒരുപാട് എക്സ്പാൻഷൻ ഉണ്ടായി. ഓയിൽ ഇൻഡസ്ട്രി, കോട്ടൺ മാനുഫാക്ചറേഴ്സ്, ലാർജ് സീപോർട്സ്, ഷുഗർ റിഫൈനറി, കൊളോണിയൽ കൊമേഴ്സ്, ഇതെല്ലാം വന്നപ്പോഴത്തേക്കും 1771-72 കാലഘട്ടങ്ങളിൽ ഒരു ഹാർവെസ്റ്റ്, അതായത് വിളവെടുക്കുന്നതും കുറഞ്ഞു പോകും. വിളവെടുക്കുന്നത് ബാഡ് വിളവായി പോയതുകൊണ്ട് ആ പ്രൈസ് എല്ലാം കൂടി, സാധനങ്ങളുടെ ഗ്രെയിൻസിന്റെ, ധാന്യങ്ങളുടെ പ്രൈസ് എല്ലാം കൂടുകയും അത് അവസാനം ബ്രെഡിന്റെ പ്രൈസിൽ വന്ന് എത്തുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ എക്കണോമിക്കലി അവരുടെ കഷ്ടം കാരണം ഓവർ പ്രൊഡക്ഷനും വൈൻ വളരെ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്തു. അപ്പൊ എന്ത് പറ്റി? അതിന്റെ വില താന്നുപോയി. വിലയുടെ ഒപ്പം തന്നെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റും തോന്നു വന്നു. ഇങ്ങനെ സ്കേഴ്സിറ്റി കൂടുതലാവുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ സ്കേഴ്സിറ്റിയാണ്, സാധനങ്ങൾ കിട്ടാതെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്കും സാധാരണക്കാരായ ഫ്രഞ്ച് തേർഡ് എസ്റ്റേറ്റിന് ദേഷ്യം വരികയാണ്. അത് മാത്രമല്ല ഇവരുടെ കൂടുതലായിട്ട് വരുന്നത് എന്താ വെച്ചാല് 1787 ക്രൈസിസ് വരുന്നുണ്ട്. കസ്ട്രോഫിക് ഭയങ്കരമായ വെതർ കണ്ടീഷൻ, ബാഡായ വെതർ കണ്ടീഷനും ഹെയിൽ സ്റ്റോംസും വിന്ററും ഡ്രൗട്ടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഈ വിളവുകളെല്ലാം നഷ്ടപ്പെടുകയും അതിൻ്റെ കൂടെ വിളവിൻ്റെ വരുമാനം നഷ്ടപ്പെടുന്നു. അതേമാതിരി പ്രൊഡക്ഷൻ്റെ അൺഎംപ്ലോയ്മെന്റ് വരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇവര് ഫ്രാങ്കോ ബ്രിട്ടീഷ് ട്രീറ്റി ഉണ്ടായിരുന്നു 1786. ആ ട്രീറ്റി പ്രകാരം ഫ്രഞ്ച് വർക്കേഴ്സിന് ഈ ടാരിഫ് ബ്രിട്ടീഷ് പ്രോഡക്ട്സ് ഫ്രാൻസിന്റെ കുറച്ചു. അതുകൂടാണ്ട് പോപ്പുലർ ഡിസ്റ്റർബൻസ് ആയ ബ്രെഡ്, സാധാരണ അവർ ബ്രെഡാണ് മെയിൻ ഫുഡായിട്ട് നോക്കുന്നത്, അത് കിട്ടാനില്ലാണ്ട് വരിക, റൂമേഴ്സ് കൂടുതലാവുക. അപ്പോൾ കർഷകർക്ക് ഹാർഡായ ടാക്സേഷൻ വരുന്നു, സ്റ്റേറ്റ് ടാക്സേഷൻ അടയ്ക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഫോറസ്റ്റിൽ പോകാനോ കോമൺ ലാൻഡിൽ ജീവിക്കാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പോൾ ആന്റി ഫ്യൂഡൽ ലോട്ട്സ്, അത് ആന്റി ഫ്യൂഡൽ റിലീജിയസ് ആന്റി ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ലോസും കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഇമ്പാക്ട് ഇവിടെ വരുന്നത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇവന്റ്സിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കർഷക ഗ്രൂപ്പാണ്.
അപ്പൊ അതുകൊണ്ടാണ് ആ കർഷക മൂവ്മെന്റ് അവിടെ വളരെ സാരമായിട്ട് ഡെവലപ്പ് ആകാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ ക്രൈസിസിൽ കൂടിയാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് പൊളിറ്റിക്കൽ ക്രൈസിസ് ഇവിടെ ആപ്ലിക്കബിൾ ആകുന്നത് വെച്ചാൽ, ഡിഫക്റ്റീവ് ആയിട്ടുള്ള ടാക്സേഷൻ വരുന്നു. ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ടാക്സേഷൻ വരുമ്പോഴത്തേക്കും അവരുടെ ഫൈനാൻഷ്യൽ, അതായത് ധനപരമായ കൊളാപ്സ് ഉണ്ടായിരുന്നു. 118 മില്യൺ ലിവാസ് ആണ് അവര് എബിലിറ്റി, ക്രെഡിറ്റ് എക്സോസ്റ്റ് ചെയ്യും. അതേമാതിരി ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് നാഷണൽ ബാങ്ക്രപ്സി ആയി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ ഗ്രാൻഡ് കൊടുത്തിരുന്ന നൊബിലിറ്റിക്കും ക്ലർജിക്കും കൊടുത്തിരുന്ന ഗ്രാൻഡ് ഒക്കെ നിർത്തേണ്ട ഒരു കണ്ടീഷൻ വരുന്നു. പിന്നെ കൺട്രോളർ ഓഫ് ഫൈനാൻസ് കൊളൈൻ ഒരു റാഷണലൈസ് ചെയ്യാനായിട്ട് ടാക്സ് സ്ട്രക്ചർ ഒന്ന് പുതിയതായിട്ടുള്ള ന്യൂ ഗ്രാൻഡ് ലാൻഡ് ടാക്സ് ഒന്ന് ഉണ്ടാക്കുകയും അതിൽ വഴി പ്രിവിലേജസ്, ഫൈനാൻഷ്യൽ പ്രിവിലേജസ് അരിസ്റ്റോക്രാറ്റിക്ക്, പക്ഷെ അതിലും അങ്ങേര് തോറ്റുപോകും, അതായത് പരാജയമാണ് പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവര് പാർലമെന്റ് ഓഫ് പാരീസിന്റെ അപ്രൂവലോടുകൂടി വയലന്റ് ആയിട്ടുള്ള ഒപ്പോസിഷൻ നടത്തുകയാണ് അതിന്റെ മെമ്പേഴ്സ്. ഈ നാഷണൽ റെപ്രസെന്റേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ജനറൽ ആയിട്ടുള്ളവരാണ്. അവര് കൺഫെഷൻ ചെയ്യുന്നു സ്റ്റേറ്റ് ബാങ്ക്രപ്റ്റ് ആണ്, അതുകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആകും എന്ന് പറയുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് നോട്ടബിൾ ആയിട്ടുള്ള പാർലമെന്റേറിയൻസും റിവോൾട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതാണ്. അസംബ്ലിയിൽ നോട്ടബിൾസ് ആയിട്ടുള്ള വെർസൈൽസിൽ വെച്ച് റോയൽ പാലസ് ഓഫ് പാരീസിൽ 22 ഫെബ്രുവരി 1787 എല്ലാവരും കൂടെ ഈ ബിറ്ററായ ഒരു എക്സ്പീരിയൻസ് പറയുകയും അവരുടെ റീഫോംസിനെ ഒന്ന് പുതുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ അസംബ്ലിയിൽ കൂടെ നോബിൾസ് എന്താ പറഞ്ഞു വെച്ചാല് മാർക്ക് ചെയ്യുന്നത് റവല്യൂഷനാണ്. ഈ അരിസ്റ്റോക്രസി ആയിട്ടുള്ളവർക്ക് ഹോസ്റ്റൈലായി ഗവൺമെന്റിനോട്, റോയൽ ഗവൺമെന്റിനോട് ഹോസ്റ്റിലിറ്റി ഡെവലപ്പ് ആകും. കൂടാതെ നോബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു ഞങ്ങളുടെ പവറിന്റെ ലെവി, പുതിയ ടാക്സ് കിട്ടണം എന്നുള്ളത്. അപ്പൊ ഈ നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നാഷണൽ അസംബ്ലി കൂടെ അവര് അസെൻഡ് ചെയ്ത് ഡ്രമാറ്റിക് ടാക്സ് ഫോംസ് കൊണ്ടുവരികയും അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ ബിച്ച് 1614 മീറ്റ് ചെയ്തതിന് ശേഷമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ബ്രെനി എന്ന് പറയുന്ന കൊളോന്റെ സക്സസർ ആ പുഷ് ചെയ്യുന്ന ഒരു പുതിയ മോഡറേറ്റ് പ്രോഗ്രാം കൊണ്ടുവരാണ് 1787. അന്തം തോറ്റുപോയി. അപ്പോ ഇങ്ങനെ ഫിസൽ എഡിക്സ് ഒക്കെ അവരുടെ ഗവൺമെന്റിന്റെ ഒപ്പോസിഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രപ്പോസൽസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡ് ടാക്സ് ഒക്കെ റിജക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനു ശേഷം ന്യൂമറസ് ആയിട്ടുള്ള പാംപ്ലെറ്റ്സ് ഒക്കെ സർക്കുലേറ്റ് ചെയ്തു. പ്രൊപ്പഗേറ്റിംഗ്, എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, പാർലമെന്റ്സിനെ ഡിഫെൻഡ് ചെയ്യുന്നു, പോപ്പുലർ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ഡെസ്പോട്ടിസം ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റിനെ അവര് പോപ്പുലറൈസ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ആന്റി ഗവൺമെന്റ് റൈറ്റ്സ് ഇൻ പാരീസിൽ തുടങ്ങാണ്. അതേമാതിരി തന്നെ നെയ്ബർഹുഡിലും ഇത് വരുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് തേർഡ് എസ്റ്റേറ്റ് ജനറൽ, അതായത് താഴെയുള്ളവരെ റവല്യൂഷന് തുടക്കം മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ അൺപ്രിവിലേജ്ഡ് ഓർഡേഴ്സ് ഒക്കെ ഗവൺമെന്റ് സമൻ ചെയ്തു. മീറ്റിംഗ് എസ്റ്റേറ്റ് ജനറൽ നടത്തി. 1788 ഫ്രഞ്ച് ഗവൺമെന്റിന്റെ കടം എന്ന് പറയുന്നത് 4.5% ബില്യൺ റിയേഴ്സ് ആണ്. അതായത് ലൂയി 16 മൊണാർക്ക് ലൂയി 16 അഡീഷണൽ ഫണ്ട്സ് വേണം എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്കും ആ ഗ്രാൻഡ് ടാക്സസ് ക്രൗണിന് കൊടുക്കുകയാണ്. എസ്റ്റേറ്റ് ജനറൽ ആയിട്ടുള്ളത് വരുന്നത് 3 തരത്തിലുള്ള ഫ്രഞ്ച് സൊസൈറ്റിയാണ്. ഓരോ പാർട്ടിനെയും നമ്മൾ എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, അതിൽ വരുന്നത് റോമൻ കാത്തലിക് ക്ലർജിയാണ്. സെക്കൻഡ് എസ്റ്റേറ്റിൽ വരുന്നത് നോബിലിറ്റി ഗ്രൂപ്പാണ്, പ്രഭുക്കന്മാരുടെ ഗ്രൂപ്പാണ്. തേർഡ് എസ്റ്റേറ്റ് ആണ് സാധാരണക്കാരായ ആൾക്കാർ, അതായത് ഫ്രഞ്ച് കോമൺ പീപ്പിൾ. അപ്പൊ ഇവിടെ ഫ്രഞ്ച് കോമൺ പീപ്പിൾ ആയാലും അൺപ്രിവിലേജഡ് ആണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പാണ് അവര്. ഈ തേർഡ് എസ്റ്റേറ്റ് ആണ് ഡിഫറൻസ് കണ്ടുപിടിക്കുകയും ഒക്യുപ്പേഷണൽ വേയിലും അവരുടെ എഡ്യൂക്കേഷനും വെൽത്തും ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ നമ്മൾ ഈ കാഷ്യേഴ്സ് എന്ന് പറയുന്നവരെ നൊബിലിറ്റീനെ സ്ട്രെസ് ചെയ്തിട്ട് റെക്കഗ്നേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ഫ്യൂഡൽ റോഡ്സും റൈറ്റ്സും പ്രിവിലേജസും അവർക്ക് വേണമെന്ന് അവര്
ചോദിക്കുന്നു. തേർഡ് എസ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിബറൽ പ്രൊവിഷൻസ് കൂടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയും ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ എന്നത് ഇക്വാളിറ്റി, ഒരു ലോയില് ഷെയറിങ്ങിലെ ടാക്സിലും ഒരു എല്ലാ ക്ലാസ്സസിനും ഇക്വാളിറ്റി വേണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. ഇനി അത് നമ്മൾ നോക്കുമ്പോൾ മെയിൻ പ്രോബ്ലം ഇവിടെ കോൺട്രിബ്യൂഷൻ വന്നത് ഫ്രഞ്ച് സൊസൈറ്റിയാണ്. സൊസൈറ്റിയിലെ പെർസെൻറ്റേജ്, സ്മോൾ പെർസെൻറ്റേജ് പോപ്പുലേഷനാണ് ഈ പ്രിവിലേജസ് അനുഭവിക്കുന്നത്. അതേസമയം ബാക്കിയുള്ളവർ, കൂടുതലുള്ള ആൾക്കാർ മുഴുവനും ഈ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത്. ടാക്സ് പ്രശ്നങ്ങള് എല്ലാം, അത് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ അവര് ഫേസ് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് മിഡിൽ ക്ലാസിന്റെ വെൽത്ത് ഇൻ ടേംസ് ഓഫ് വെൽത്ത് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ലീഡർഷിപ്പിന്റെ സെഗ്മെന്റ് സൊസൈറ്റി വരെയും അതിൽ കൂടെ ഒരു റാഡിക്കൽ ആയിട്ടുള്ള റീഫോംസ് അവര് കൊണ്ടുവരാന്ന്. അങ്ങനെയാണ് അവർ ഒരു തേർഡ് എസ്റ്റേറ്റ് എന്നുള്ള ടുഗദർ ആയിട്ട് ഒരു തേർഡ് എസ്റ്റേറ്റ് ഫോം ചെയ്യുന്നു. ഈ തേർഡ് എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് മെയ് 5 1789 തുടങ്ങുകയും അതിൽ കൂടെ അവരെ റെപ്രസെന്റ് ചെയ്ത് സെഗ്മെന്റ് ആക്കി മാറ്റി. എന്നിട്ട് ഇവര് സെപ്പറേറ്റ് ആയിട്ട് വോട്ടിംഗ് സെപ്പറേറ്റ് വേണം. 3 എസ്റ്റേറ്റിന്റെ വോട്ടിന് സിംഗിൾ ബോഡി വോട്ടിൽ വരാൻ പാടില്ല, ഒരു പേഴ്സണ് ഒരു വോട്ട് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഡിമാൻഡ്. അങ്ങനെ ക്ലർജി പ്രിപ്പയർ ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ്, കോമൺ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും അതിന്റെ ഐഡിയാസും എടുത്തിട്ട് അൺകോംപ്രമൈസിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. കൂടാണ്ട് നാഷണൽ അസംബ്ലി 17 ജൂൺ 1789 ഒരു അസംബ്ലി കോൾ ചെയ്യാണ്, എല്ലാരും വിളിക്കാണ്, ട്രൂ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളവര്. അപ്പൊ അവരവര് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ് എന്നുള്ളത് കൊണ്ടുവരികയും ലീഗൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എൻലൈറ്റൻഡ് ഐഡിയാസ് ഓഫ് പോപ്പുലർ സോവറിനിറ്റി എന്ന് പറയുന്നു. അപ്പൊ ഇതിന് ശേഷം ഈ ഫേമസ് ആയിട്ടുള്ള ഒരു പാംപ്ലെറ്റ് പേപ്പർ നോട്ടീസ് ഉണ്ടാക്കുന്നു. ആ നോട്ടീസിൽ ചോദിക്കുന്നത് ഈ തേർഡ് എസ്റ്റേറ്റ് എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് അതിൽ ചോദിച്ചു വരുന്നത്. അപ്പൊ ഗ്രൂപ്പായിട്ടുള്ള ലിബറൽ ബുർഗോയ്സ്, പ്രൊഫഷണൽ ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, നോട്ടറീസ്, ഒഫീഷ്യൽ ഓൾഡേഴ്സ്, ഇവരെല്ലാരും ക്ലാസിക്കൽ ലിബറലിസം അതേമാതിരി ഫെമിലിയർ ആണ്. എൻലൈറ്റൻഡ് ആയിട്ടുള്ളവർക്ക് ഫോർമുലേറ്റ് ചെയ്ത ഫിലോസഫി ആൻഡ് എക്കോണമിയും അവർക്ക് അറിയാൻ പറ്റും. ഇനി ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓത്ത് എടുപ്പിക്കുകയാണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാൻ വേണ്ടി, കോൺസ്റ്റിറ്റ്യൂഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ട്രൂ മൊണാർക്കി എന്താണ്, അതിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫൈനൽ അസംബിൾ ചെയ്തിട്ടാണ് ആ അസംബ്ലി ഉണ്ടാക്കുന്നത്. ഇതിൽ ഡിക്രീസ് പാസ്സാവുന്നു. ഡിക്രീസ് വഴി അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓത്ത് എടുക്കണം. ഓത്ത് എടുക്കുന്നത് സെപ്പറേഷൻ ചെയ്യാനാണ്, റീഅസംബിൾ ചെയ്ത് ഒരു സർക്കംസ്റ്റാൻസസിൽ അതിൽ കൂടെ കിങ്ഡത്തിന് കോൺസ്റ്റിറ്റ്യൂഷണലി കിങ്ഡത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും യുണൈറ്റ് കൺസോൾഡേറ്റ് ആയിട്ടുള്ള ഫേം ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്, ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട് ആ കാലഘട്ടത്തിൽ. അവരുടെ റോൾ എന്താണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിലോസഫേഴ്സ് ആയ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലോസഫിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 1789 മുതൽ 1848 വരെ റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് എഴുതുന്നുണ്ട്. അവിടെ റൂസോ പറയുന്നത് മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഫ്രീ ആണ്, അവർക്ക് ജന്മത്താൽ അല്ലെങ്കിൽ അവരൊരു ചെയിനിൽ കൂടെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ലെവലിൽ പറയുമ്പോൾ അവിടെ സൊസൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാണ്ട് റോസിയോന്റെ പെർട്ടിക്കുലർ അല്ല 18th സെഞ്ചുറി എൻലൈറ്റ്മെന്റ് ഫിലോസഫിയില് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ബേസിക് സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നു. ഇങ്ങനെ നമ്മൾ എൻലൈറ്റൻഡ് ആയിട്ടുള്ള തിങ്കേഴ്സ്, അതായത് സൊസൈറ്റിയിലുള്ള തിങ്കേഴ്സ് അവരുടെ സെൽഫ് എക്സ്പ്രഷൻ പറയും, എലിമിനേഷൻ ചെയ്ത് കൊണ്ടുവന്ന് ഫ്യൂഡൽസ് അനുഭവിച്ചിരുന്ന പ്രിവിലേജ് ഒക്കെ മാറ്റാനാണ് റോസിയോന്റെ കോൺസെപ്റ്റില് സോവർണിറ്റി എന്നൊന്ന് എഴുതുന്നുണ്ട്. അതിലും ജനറൽ വില്ലാണ്, ആൾക്കാരുടെ ജനറൽ വില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ ഈ എൻലൈറ്റൻഡ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാര് ഓരോരുത്തരും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവനവന്റെ സാലൂൺസും അവനവന്റെ റോൾസും ക്ലബ്സും ഒക്കെ അവരുടെ
കാര്യങ്ങൾ അവർ കോൺവെർസേഷൻസ് വഴിയും ന്യൂ ഐഡിയാസ് കൊണ്ടുവരുന്നു. ഇനി നമ്മൾക്ക് ബാക്കി നോക്കുന്നത് പാർട്ടിസിപ്പേഷൻ ആണ്. എങ്ങനെയാണ് ഈ പഴയ കാലഘട്ടത്തിനെ മാറ്റിയെടുത്തത് എന്നുള്ളത്. അപ്പൊ ഇവിടെ 20-ാം തീയതി ജൂൺ മാസം നാഷണൽ അസംബ്ലി ഉണ്ടാക്കുകയും അവിടെ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ക്ലർജിയും മെമ്പേഴ്സ് ഓഫ് ദ നൊബിലിറ്റി എല്ലാം കൂടെ കൂടിയിട്ട് ഒരു രാജാവിന് ഒരു ഹാൻഡ് ഔട്ട് കൊടുക്കുന്നു. ഇതിൽ കൂടെ ഡിസ്മിസ് ചെയ്യുന്നത് പോപ്പുലറായ റിയാക്ട് ചെയ്യേണ്ടത് പോപ്പുലറായ മിനിസ്റ്റർ നെക്കർ അപ്പോ സമൺ ചെയ്തിട്ടുള്ള 20,000 സോൾജേഴ്സ് ടു ഗാരിസൺ പാരീസ് വേഴ്സൈൽസ് റീജിയനിലുണ്ട്. അപ്പൊ മിർബായിസിന്റെ സ്പീച്ചിൽ കൂടെ അറ്റൻഷൻ കിട്ടുകയാണ്. ഇവരെ വയലൻസ്, ഈ പോപ്പുലർ റിയാക്ഷൻ ഒരു വയലൻസ് ആയി മാറുമ്പോഴത്തേക്കും ദ സ്റ്റേറ്റ് ജനറൽസ് എന്ത് പാംലെറ്റ്സിൽ കൂടെ ഇവരെന്താണ് ചെയ്യുന്നത്, ഈ വർക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്, ജേർണിമെൻ അല്ലെങ്കിൽ സാധാരണക്കാരാണ് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവർ, ഷോപ്പ് കീപ്പേഴ്സ്, ആർട്ടിസൻസ്, സാധാരണ കച്ചവടക്കാരെല്ലാം. അപ്പൊ ഇവരൊക്കെ റെസ്പോണ്ട് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ബസ്റ്റൈൽ അറ്റാക്ക് ചെയ്യാനും ആ മേജർ പ്രിസണിന് റോയൽ ആർമറിയുള്ള ആ ഭാഗം ഹാർട്ട് ഓഫ് പാരീസ് ആണ് ജൂലൈ 14-ാം തീയതി 1789 അവിടെ ബ്രസ്റ്റൈലിന് ഓപ്പൺ ചെയ്യും. അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. ഇതിന്റെ കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് വളരെ നാഷണൽ അസംബ്ലി ഉണ്ടാകുകയും അതിൽ കൂടെ പാരീസ് ഒരു കമ്മിറ്റി ഓഫ് എലക്ടേഴ്സ് ഉണ്ടാക്കി പാരീസ് കമ്മ്യൂണെ എന്ന് പറയും. അതിന് കിങ്ങിനെ അപ്പോയിന്റ് ചെയ്തിട്ട് കമാൻഡർ ഓഫ് സിറ്റിസൺസ് മിലീഷ്യ എന്ന് പറഞ്ഞാൽ നാഷണൽ ഗാർഡ് എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെ അൺറസ്റ്റിനെ മാറ്റി ഒരു പുതിയ ഒരു സെറ്റപ്പിലേക്ക് ആക്കി കൊണ്ടുവരുന്നു. അതിന്റെ ഏറ്റവും വിഷമം തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഗ്രേറ്റ് ഫിയർ ഓഫ് ജൂലൈ. അത് ജൂലൈയും ഓഗസ്റ്റ് മാസത്തിൽ 1789 റൂമർ സ്പ്രെഡ് ചെയ്യാണ് ഓവർത്രോ ചെയ്യാൻ പോകുന്നു പ്ലോട്ട്, അതായത് തേർഡ് എസ്റ്റേറ്റ് ഗവൺമെന്റിനെ അടിച്ചമർത്താൻ പോകുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടി. അതുകൂടാണ്ട് ഈ കോൺസിക്വൻസ്, ഇതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്ന് വെച്ചാല് അറ്റാക്ക് ചെയ്യും. പെസന്റ് ആണ് ഗാർഡായിട്ട് വരുന്നത്, അവരാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ലാൻഡ് ലോർഡ്സിനെയും അതേമാതിരി വലിയ വലിയ നൊബിലിറ്റികളുടെ ഫ്യൂഡൽ ലോർഡ്സിന്റെ ഡോക്യുമെന്റ്സ് അവർ റെഫ്യൂസ് ചെയ്യും, ടാക്സ് അടക്കില്ല. അങ്ങനെ ഒരു വിപ്ലവമാണ് അവിടെ കൊടുക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ മാൻ, അതായത് അവിടെ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫെർട്ടർണിറ്റിന്റെ ഒരു മാനിഫെസ്റ്റോയിൽ കൂടെ ഫ്രീഡം ആണ് അവര് വായിക്കുന്നത്. അപ്പൊ ഇതിന് ഇങ്ങനെ ഡിക്ലറേഷൻ ഓഫ് മാൻ ഇത് ആഗസ്റ്റ് 27, 1789 തുടങ്ങുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഒരുമിച്ച് ജനനം മുതൽ എല്ലാവരും ഈക്വൽ ആണ്, സോഷ്യൽ ഡിസ്റ്റിങ്ഷൻ പാടില്ല. അതേമാതിരി തന്നെ അസോസിയേഷൻ, പൊളിറ്റിക്കൽ അസോസിയേഷനും പ്രിസർവേഷനും ഒക്കെ എന്താ ലിബർട്ടി, പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ പ്രോപ്പർട്ടി, സെക്യൂരിറ്റി, റെസിസ്റ്റൻസ് ടു ഓപ്പറേഷൻ ഒക്കെ അത് കാൽക്കണം. സൂപ്പർവൈസ് ചെയ്യുന്നത് സോഴ്സ് ആയിട്ടുള്ള സോവർണിറ്റിനെയും അതേമാതിരി നോ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ കാര്യങ്ങൾ പലതും ലോ പ്രകാരം എന്ത് ചെയ്യാം എന്നുള്ളതും ഇവിടെ പരാമർശിച്ചു പോകുന്നുണ്ട്. എല്ലാ സിറ്റിസൺസും നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ള ആ പോളിസി അല്ലെങ്കിൽ ആ പബ്ലിക് ഓഫീസിനെ മനസ്സിലാക്കണം. ഒരാൾക്കും വായടച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ പറയാനോ റിലീജിയസ് ആയാലും മാനിഫെസ്റ്റേഷൻസ് ഒന്നും പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല പബ്ലിക് ഓർഡറിനെ എന്നുള്ളതും പറയുന്നു. ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഐഡിയാസ് പരസ്പരം സംസാരിച്ച ശേഷം ഒരു തീരുമാനത്തിൽ എത്തണം എന്നുള്ളതുണ്ട്. ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇനി കൂടാണ്ട് ലൂയി 16 ലൂയി കാലഘട്ടത്തിൽ റെഫ്യൂസ് ചെയ്തു. അബോളിഷൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ളത് ആ ഡിക്രീനെ അബോളിഷ് ചെയ്ത് ഇവര് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഉണ്ടാക്കുന്നു, മാനിന്റെ റൈറ്റ്സ് ഉണ്ടാക്കുന്നു. ഇതിൽ കൂടെ 1789 ഒരു അക്യൂട്ട് ഷോർട്ടേജ് ബ്രെഡ് വരികയും ആനുവൽ പ്ലാന്റേഴ്സ് റിമെയിൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ലൂയിസിനെ ഇൻഡിഫറന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണ് നാഷണൽ അസംബ്ലി. അപ്പോ ഇത് ഐ വിറ്റ്നസ് പറയുന്നത് എന്താ വെച്ചാൽ ഡിറ്റാച്ച്മെന്റ്, ആയിരക്കണക്കിന് ആൾക്കാർ എല്ലാരും ബ്രൂം സ്റ്റിക്കും ലേസസും പിച്ച് ഫോർക്കും എല്ലാം എടുത്തുകൊണ്ട്
ഇറങ്ങാണ്, ഹ്യൂജ് ആയിട്ടുള്ള ക്രൗഡ് ഇറങ്ങാണ്. അപ്പോ ഈ രാജാവ് പ്രോമിസ് ചെയ്യുന്ന മാതിരി ഫുഡ് സപ്ലൈസ് വന്നില്ല. അതിന്റെ കാരണക്കാരനായ രാജാവിനെ പണിഷ് ചെയ്യാനായിട്ടാണ് അവർ ഇറങ്ങുന്നത്. അവർ പറയുന്നുണ്ട്, ഒരു വേർഡ് പറയുന്നുണ്ട്, ദ ബേക്കേഴ്സ് വൈഫ് ആൻഡ് ദ ബേക്കേഴ്സ് ബോയ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് കിങ്ങിനെയും രാജാവിനെയും റാണീനെയും അതേമാതിരി രാജാവിന്റെ പുത്രനെയുമാണ്. അപ്പൊ ഇതിനെയൊക്കെ ഇവര് എസ്കോർട്ട് ചെയ്യുന്നു. ഇവിടെ 1789 മുതൽ 1795 വരെ ലേഡീസും ഈ വിപ്ലവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വിപ്ലവത്തിൽ കൂടെ അവര് ഇക്വാളിറ്റി, മാനിന് സമീപം അല്ലെങ്കിൽ സമാസമമായ ഇക്വാലിറ്റി വേണം എന്നുള്ളതാണ് ഡിമാൻഡ്. പിന്നത്തെ ഡിമാൻഡ് എത്രയാണ്? ബ്രെഡിന്റെയും സാധനങ്ങളുടെയും പ്രൈസ് കൺട്രോൾ ചെയ്യണം. ഫാദർലാൻഡ് എന്ന് അവർ ഡിഫെൻഡ് ചെയ്തിട്ട് അത് ലാൻഡിന്റെ കാരണത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ലെവലിൽ അവിടെ ഡിഫെൻഡ് ചെയ്യണം. പിന്നെ ലേഡീസ് സോപ്പ് പ്രൈസ് ഓഫ് ദ സോപ്പ് അത് ലോണ്ടറി വുമൺ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സൊസൈറ്റിയിൽ റവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് വുമൺ വരികയാണ്. അപ്പൊ ഈ വർക്കിംഗ് ക്ലാസ് എക്സ്ട്രീംലി ആക്റ്റീവായി ഡ്യൂറിങ് ആ കാലഘട്ടത്തിൽ വളരെ എക്സ്ട്രീമായി ആക്ടിവിറ്റി ആവും. അവരെ ടെററൈസ് ചെയ്യുന്നു. ആ ടെററൈസ് ചെയ്ത് എടുത്തിട്ട് അവരെ ഒപ്പോസ് ചെയ്യുന്നവരെയൊക്കെ ടെററൈസ് ചെയ്യുന്നു. മെയിൽ ഡോമിനേഷനെ പറ്റിയും സ്ത്രീകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ, വിപ്ലവത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് നാഷണൽ അസംബ്ലിയും അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ഉണ്ടാക്കിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുമ്പോൾ മോണാർക്ക് പവർഫുൾ അല്ല എന്നുള്ളതാണ് അർത്ഥം. അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ആ കാലഘട്ടങ്ങളിൽ നടക്കുന്നു. 1791 ആദ്യത്തെ എന്താ വെച്ചാൽ റിലീജിയസ് ഇഷ്യൂ ആണ്. അപ്പൊ ചർച്ച് പവർഫുൾ ആവുകയും സപ്പോർട്ടറായിട്ട് ഫ്യൂഡൽ റെഷീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ വരുന്നു. അപ്പൊ അതിനുശേഷം ഇതിന്റെ അബോളിഷൻ വരുമ്പോൾ, നാഷണലൈസേഷൻ എന്നുള്ള ചർച്ച് എല്ലാം ഓൾ പ്രോപ്പർട്ടി എന്നുള്ള വരുമ്പോഴത്തേക്കും ഇതിനെ അവര് ചർച്ചിന്റെ പ്രോപ്പർട്ടി എല്ലാം എടുത്ത് സെയിലിൽ വെക്കാണ്. അപ്പൊ ഇങ്ങനെ സിവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി ക്ലർജി 1790 ബിഷപ്പ്, പ്രീസ്റ്റ് എല്ലാവർക്കും സാലറി സ്റ്റേറ്റിലുള്ള ഒരു ജോബിലാവുകയും, അത് മാത്രമല്ല 54% പാരിഷിലുള്ള പ്രീസ്റ്റ് എന്ന് പറയുമല്ലോ നമ്മള്, ആ പ്രീസ്റ്റുമാർക്കും ഒരു ഓത്ത് എടുക്കുന്നത് ബിഷപ്പിന്റെ മെജോറിറ്റി ബിഷപ്പൊക്കെ അത് സമ്മതിക്കുന്നില്ല. കാരണം അത് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം. ഇതിൽ കൂടെ അവര് നേഷനെ ഒരു ക്ലർജിക്കൽ ആറ്റിറ്റ്യൂഡിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ റോങ് കാത്തലിക്സ് ആയ റോമൻ കാത്തലിക്സും അതേമാതിരി എമിഗ്രൻസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ദ സെക്കൻഡ് ഇവന്റ് ആ കാലഘട്ടത്തിൽ എമിറേറ്റ്സ് ആണ്. അതിൽ കൂടെ ഫോറിൻ പവേഴ്സിനെ കണ്ടുപിടിക്കുകയും ഈ കംപ്ലീറ്റ്ലി അവര് ഡിസ്ട്രോയ് ചെയ്യുന്നു. അതായത് മൊണാർക്ക് കിങ്ഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്ത ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് 1792 ലൂയി 16 ട്രൈ ചെയ്യുന്നു. പക്ഷെ പുള്ളിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് 1793 ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ ലെജിറ്റിമേഷൻ എന്നുള്ള ഒരു വേർഡ് വരുന്നുണ്ട്. എങ്ങനെ ഇത് ലീഗലി അപ്ലിക്കബിൾ എന്നുള്ളതാണ് ലെജിറ്റിമേഷന്റെ അർത്ഥം. അപ്പൊ ഇവിടെ റവല്യൂഷണറി റൈറ്റേഴ്സ് ഉണ്ട്. ആ കാലഘട്ടത്തിൽ എല്ലാ റൈറ്റേഴ്സ് അവർ ആബ്സല്യൂട്ടിസത്തിനെ പറ്റിയും പൊളിറ്റിക്കൽ എൻലൈറ്റ്മെന്റിനെ പറ്റിയും ഒക്കെ പത്രങ്ങളിൽ കൂടെ എഴുതുകയും അതിൽ കൂടെ ആൾക്കാർക്ക് അവയർനെസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഗ്ലെയറിംഗ് ആയിട്ട് കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇതിൽ കൂടെ മെയിൻ ഇഷ്യൂ വന്നത് ലെജിറ്റിമസി. അപ്പോ ഇവിടെ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഡെന്നിസ് റിച്ചർഡ് പറയുന്നു, ഒരു 17-ാം തീയതി ജൂൺ 17, 1789 തേർഡ് സ്റ്റേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി നാഷണൽ അസംബ്ലി അവരുടേതായ നാഷണൽ അസംബ്ലി ഉണ്ടാക്കിയെടുത്ത് അതാണ് ആദ്യത്തെ പ്രൊഫൗണ്ടായ റവല്യൂഷണറി ആക്ടിവിറ്റി എന്ന് പറയാം. ഇതിനുശേഷം ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ലെജിറ്റിമസിയിലേക്ക് ഉണ്ടാക്കുകയും അതിന്റെ സിസ്റ്റത്തിൽ വേണം ഫോളോ എന്ന് പറയുന്നതും കൊണ്ട് ഇവിടെ CS എന്ന് പറഞ്ഞിട്ട് തേർഡ് സ്റ്റേറ്റിന്റെ
എമർജൻസിയാണ്. അപ്പൊ അവര് പ്രപ്പോസ് ചെയ്യുന്നത് 2 റെവല്യൂഷണറി കോസസ് ആണ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് നേഷൻ, എക്സ്പെഷ്യലി തേർഡ് എസ്റ്റേറ്റ്. ക്ലെയിം ചെയ്യുന്നത് നേഷൻ അലോങ് വിത്ത് ദ പവർ ടു ഫ്രാൻസിന് ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നു. ഇനി 2 ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഈ ഡിബേറ്റിൽ കൂടെ ലെജിറ്റിമസി, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ലെജിറ്റിമസി എന്നുള്ളതും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സും സോവറിനിറ്റി ഓഫ് സബ്ജക്റ്റും ഒക്കെ ആലോചിക്കുകയും ഡിസ്ട്രോയ് ചെയ്യാൻ, ഫ്യൂഡൽ റെഷീമിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഇത് വേണമെന്ന് അവർ പറയും, ഇൻഡിവിജ്വൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ആ ലിബർട്ടി, ആ പ്രോപ്പർട്ടി, അതേമാതിരി സെക്യൂരിറ്റി വേണം, ഒപ്രഷൻ വേണം, ഇത് ബേസിക് റൈറ്റ്സ് ആണ്. ആ ഫ്രഞ്ച് റൈറ്റ്സിനെ പറ്റി അവർ പരാമർശിക്കുന്നുണ്ട്. ഈ ഫ്രഞ്ച് റൈറ്റ്സിനെ പറ്റി പരാമർശിക്കുന്നത് മുഴുവനും ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്നാണ്. ഇതിൽ റാഡിക്കലായിട്ടുള്ള കോൺസെപ്ഷൻ, സൊസൈറ്റി എന്താണ്, ഓർഗനൈസ് എന്താണ്, അതിൽ കൂടെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ കൊണ്ടുവന്ന് റെവല്യൂഷണറി ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. ഇതിന് ശേഷം നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ജക്കോബിയൻ റിപ്പബ്ലിക് ആൻഡ് ടെറർ എന്നാണ്. അപ്പൊ ഇവിടെ 16ാം ലൂയി ഒരു ഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മോണാർക്ക് ആവുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ മോണാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷിലെ കോൺസ്റ്റിറ്റ്യൂഷൻ മോണാർക്കുന്ന മൊണാർക്ക്, അതായത് രാജാവോ റാണിയും പേരിനെ ഉണ്ടാവുള്ളൂ, ഡമ്മി മാതിരി. പക്ഷെ പവർ മുഴുവനും ആ മിനിസ്ട്രിയിലുള്ള പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. അതിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്ക് എന്ന് പറയുന്നതും. ഈ കാലഘട്ടത്തിൽ പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെടാൻ, പാരീസിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് 1791. അപ്പോഴത്തേക്കും ഇവർ റാഡിക്കൽസ് ബ്ലോക്ക് ചെയ്യുകയും അവർ ഡിക്ലെയർ ചെയ്യുന്നു, വാർ ഡിക്ലെയർ ചെയ്യുന്നു. ഓസ്ട്രിയയുടെ മേലേക്ക് 1792 ഏപ്രിൽ വാർ ഡിക്ലറേഷൻ ആണ്. ഈ വാറിൽ കൂടെ എംപറർ ലിപ്പോഡിനെ ഡിക്ലറേഷൻ കൊടുത്തിട്ട് ആ യുദ്ധ പ്രഖ്യാപനത്തിൽ കൂടെ ഫ്രഞ്ച് ക്രൗണിന്റെ പവർ ബാക്കിയുള്ള ഫ്രഞ്ച് യൂറോപ്യൻ പവേഴ്സിന്റെ സപ്പോർട്ട് കൂടി അവരുടെ അധികാരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അവർ ചെയ്യുന്നത്. ഇതിൽ കൂടെ നോക്കുമ്പോൾ എക്സ്ട്രീം പൊളിറ്റിക്കൽ ആക്ഷൻ എടുത്തിട്ടുള്ളവരെ കോർഡിയൽസും ജക്കോബിയൻ ക്ലബ്സുമാണ്. ഇവര് ഒരു കിങ്ങിനെ ഡിപ്പോസ് ചെയ്തു, കിങ്ങിനെ മാറ്റിയിട്ട് ഒരു നാഷണൽ കൺവെൻഷൻ നടത്തി. അതിൽ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ സെപ്റ്റംബറിൽ 1792 ഉണ്ടാക്കി മെയിൽ സഫറേജ്, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആണുങ്ങളുടെ ഒരു സഫറേജ്, മെയിൽ സഫറേജിനെ കൂട്ടിയും ഒരു കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഫൗണ്ടേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഈ ലീഡറായ റാസ്ബെറിന്റെ എനിമീസ് ആണ് ഈ അങ്ങനത്തെ ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരുന്നത്. പോപ്പുലർ ആയിട്ടുള്ള പാരീഷ്യൻസ് അവർ റീപ്ലേസ് ചെയ്യുന്നത് സെറ്റ് ഓഫ് പ്രാക്ടിക്കൽസ് ആണ്. അതിൽ 1792 ഡയറക്റ്റ് ഗവൺമെന്റും ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു പോപ്പുലർ ഡെമോക്രസി എന്നുള്ള ലെവല്, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. അതേമാതിരി തന്നെ മാറാസ് നോഷൻ, മാറാസ് നോഷൻ കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ് കൊണ്ടാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ പോപ്പുലർ സോവറിറ്റിയിൽ കണ്ടതും റെഡ്യൂസ്ഡ് ആയ പാരീഷ്യൻസിന്റെ റെഡ്യൂസ് ആയ പ്രിൻസിപ്പൽസ് ഓട്ടോണമി വരികയും ചെയ്യുന്നു. അങ്ങനെ എന്താ പറ്റുക, ജേക്കോബിയൻ ബിസിനസ് അല്ലെങ്കിൽ ജേക്കോബിയൻ ഡിക്റ്റേറ്റർഷിപ്പിൽ റീപ്ലേസ് ചെയ്യാനും അതിനെ ഡെമോക്രസി വെച്ച് റീപ്ലേസ് ചെയ്യാനുമാണ് അവര് ഉദ്ദേശിക്കുന്നത്. ഒരു റീ ഇലക്ഷൻ നടത്തുന്നു. ഈ ഇലക്ഷന്റെ റെവല്യൂഷണറി കമ്മിറ്റിയിലെ മെമ്പറില് പല പവർഫുൾ ആയിട്ടുള്ള കമ്മിറ്റി പബ്ലിക് സേഫ്റ്റി ഉണ്ടാക്കുന്നു. ഇതിൽ കൂടെ നമുക്ക് ജനറൽ മാക്സിമം എന്നുള്ള അവരുടെ കൺട്രോള്, എങ്ങനെയാണ് ഗുഡ്സ് കൺട്രോൾ ചെയ്യേണ്ടത്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇതുവഴി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വാറിന്റെ, ഒരു യുദ്ധത്തിന്റെ ഹിസ്റ്റീരിയ റൈൻസും അതേമാതിരി അവരുടെ തയ്യാറെടുപ്പുകളും കണ്ടു കഴിഞ്ഞപ്പോൾ 40,000 മെൻ ആൻഡ് വിമൺ, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് രാജാവും റാണി അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാരെയും തല വെട്ടിക്കൊടുക, ബിഹെഡിങ് ആണ് നടത്തുന്നത്. ഗെലറ്റിൻ എന്ന് പറയുമ്പോൾ തല വെട്ടുക എന്നുള്ളതാണ് അർത്ഥം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, റോസ്ബെറി ആ സമയത്ത് റിഗാർഡ് ചെയ്യുന്നത് ഒരു
ഒരു ടയറന്റ് ആയിട്ടുള്ള ഒരു ഡിക്റ്റേറ്റർ എന്നുള്ള ലെവലിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. റവല്യൂഷണറി ഗവൺമെന്റ് ഒരു മാസിലേക്ക് പോവുകയും ക്യാരക്ടർ വൈസ് എടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഈ തെർമോഡിയൻ റിയാക്ഷൻ ആണ്. ഈ തെർമോഡിയൻ റിയാക്ഷനിൽ എന്താ പറ്റുന്ന വെച്ചാല് ഒരു സർപ്രൈസ് എന്താ വെച്ചാൽ ഓരോ ഇവര് ഗില്ലറ്റും ചെയ്യുമ്പോൾ, അതായത് തല വെട്ടുമ്പോൾ ഓരോ തല ഇങ്ങനെ വന്ന് ഒരു ബാസ്ക്കറ്റിലേക്ക് വീഴുന്നു പോവാണ്. അപ്പൊ അതിനെയാണ് നമ്മള് റിയാക്ഷനിൽ കാണുന്നത്. അവർക്ക് ഓരോരുത്തരും അവരുടെ തല വെട്ടി വീഴുന്നത് പല ട്രേഡിൽ ജീവിക്കുന്നവരാണ്. അല്ലാണ്ട് അതിൽ കുറെ പേര് മാക്സിമം ആയിട്ട് കുറെ പേരും ഇവിടെ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഈ ഓരോ പ്രാവശ്യവും ഈ തല വീഴുമ്പോഴത്തേക്കും ആൾക്കാർ ഉറക്കെ പറയും റെപ്പിറ്റീഷൻ ഹാസ് ലെ മാക്സിമം. അതതിന്റെ അർത്ഥം ഈ ബാസ്ക്കറ്റ് നിറയ്ക്കട്ടെ, ആൾക്കാരുടെ തല വെട്ടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ഇവിടെ രാജാവിന്റെ സപ്പോർട്ടായിരുന്നവരും പേഴ്സൺസ് വളരെ മോശമായിട്ടുള്ള ട്രേഡിൽ കാണിച്ചവരും ഇവരെയൊക്കെ ഈ ലോ അഡ്വാൻറ്റേജ് ചെയ്ത് അവർ അബ്യൂസ് ചെയ്യുകയും ഫോഴ്സിങ് ദ ഫാർമേഴ്സിനെയൊക്കെ ചെയ്തവരൊക്കെയാണ് ഇവിടെ തലവെട്ടി എടുക്കുന്നത്. ഇനി നമ്മള് റാസ്ബെറി എന്ന് പറയുന്നത് ഗലറ്റിനിലേക്ക് പോകുന്നത് കാണുന്നില്ലെങ്കിൽ കൂടെയും അവിടുത്തെ പാസ് ഓൺ ചെയ്യുന്ന ഒരു ഒക്കേഷനിൽ നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ അംബർല സെൽ എല്ലാരും വന്ന് അതായത് ഈ വാഗൺ എഗെയിൻസ്റ്റ് ബോഡിയിലെ പേഴ്സണൽ സേഫ്റ്റിയും നാഷണൽ ലെവലിൽ ഡിക്ലെയർ ചെയ്യാണ്. അതായത് റാസ്ബെറിയുടെ ടെറനി അല്ലെങ്കിൽ അധാർമികം ആയ റൂളിങ്ങിനെ പറ്റി പറഞ്ഞു വരുന്നു. അതിൽ പല ആൾക്കാരും മരണപ്പെടുന്നു, മർഡറാണ് സ്ട്രീറ്റില്. അതെല്ലാം കൂടെ കാരണം അവര് ശരിക്കുള്ള ഫ്രഞ്ച് അല്ലെങ്കിൽ കൂടെയും അവർ ഉപയോഗിച്ചിരുന്ന ലോങ് കോട്ടും ഷോർട്ട് ഹെയറുമാണ് അതിന് കാരണമായത് എന്ന് പറയാം. ഇനി തെർമോഡിയൻ റിപ്പബ്ലിക് എന്ത് പറയുന്നു വെച്ചാൽ 1795 മുതൽ 99 വരെ ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് സോവർണിറ്റിന്റെ പ്രിൻസിപ്പിൾ ഓഫ് റെപ്രസെന്റേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ജനറൽ ആയിട്ടുള്ള ബില്ല്, അതായത് റൈറ്റ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം 1789. ഇൻസറക്ഷൻ ഉണ്ടാകുന്നു 1793 ഡിസപ്പിയർ ആയി പോന്നു. ഇവിടെ ഇക്വാളിറ്റി ഡിക്ലറേഷൻ ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും ഇവിടെ ബേസിക് ആയിട്ട് സോഷ്യൽ ഓർഡർ വഴി അവർ എത്രത്തോളം കൺസീൽ ചെയ്യുന്നു ഡെമോക്രസീനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കുന്നത് ലോങ് ട്രഡീഷൻ ആണ്, ഡിസ്കോഴ്സ് നടക്കുകയാണ് സൊസൈറ്റിയിൽ. ഈ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോവർണിറ്റി എവിടെ കാണുന്നു? ബെഞ്ചമിൻ കോൺസ്റ്റന്റൈൻ, മാഡം സ്റ്റെലി, റോയർ കോൾഡ് അവരൊക്കെയാണ് കാണുന്നത്. സേയസ് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ക്രീമി ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ സ്പെഷ്യൽ ബോഡി ആണ് എക്സസൈസ് ചെയ്യേണ്ട പവറിനെ പറ്റിയും കൺസോളിഡേഷൻ ചെയ്യുന്ന റൂളിനെ പറ്റി നോക്കുന്നതാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പിയറൻസ് ഓഫ് ജുഡീഷ്യറി സൂപ്പർവിഷൻ ടു ദ ലെജിസ്ലേറ്റീവ് പവറിലേക്ക് വരുന്നത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ ഡയറക്ടറേറ്റ് ഉണ്ടാക്കുന്നു. 5 ഡയറക്ടേഴ്സ് ഉണ്ട് അതിൽ എക്സിക്യൂട്ടീവ്സ് ആയിട്ട്. അവരുടെ ഡയറക്ടർ റിഷീമിൽ അവരുടെ കാലഘട്ടങ്ങളിൽ പോപ്പുലറൈസ് ചെയ്യുന്നത് ഫ്രാൻസിനെയും പാരീസിനെയും. ഇതിൽ കൂടെ ബുർഗ്വായ്സ് അവരുടെ ഗവൺമെന്റിന്റെ ബൂർഷ്വായിത്വവും ഡോമിനേറ്റ് ചെയ്ത് ഒളിഗാർക്കിയിൽ കൊണ്ടുവരികയും പബ്ലിക് ആയിട്ടുള്ള പ്രൊഫഷൻസ് കൊണ്ടുവരികയും അതേമാതിരി ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും റീജിയണൽ ആയിട്ടുള്ള ഒരു നോട്ടബിൾ ആയിട്ടുള്ള ക്ലാസ് ഡോമിനേറ്റ് ചെയ്ത് വരുന്നത് 19ാം നൂറ്റാണ്ടിൽ. ഇനി ഐഡിയോളജി എന്താന്ന് വെച്ചാല് ഡിവിഷൻസ് കോണ്ടോസ് ഓഫ് ദ പാർട്ടി പൊളിറ്റിക്സ് നോക്കണം. ഈ പാർട്ടി പൊളിറ്റിക്സിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസിന്റെ ഒറിജിൻ ആണ്, ഡെവലപ്മെന്റ് ആണ്. ആ ഡെവലപ്മെന്റിൽ കൂടെ ജക്കോബിയൻ ക്ലബ് എന്നാണ് അതിന്റെ പേര്, ഒറിജിനേറ്റ് ചെയ്യുന്നു വെരി സ്ട്രോങ് ആയിട്ടുള്ള റെവല്യൂഷൻ. ഇതിൽ കൂടെ മോഡറേറ്റ് ആൻഡ് ഓർഡേർഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ഉണ്ടാക്കുകയും അവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അതേമാതിരി എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ എലിമെന്റ്സ് വരികയും ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോഗ്രസ് ഓഫ് റെവല്യൂഷനെ പറ്റി ഇവര് ആലോചിച്ച് വരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ
ക്ലബ്സ് വേറെ ഭയങ്കരമായിട്ടുള്ള റിപ്പബ്ലിക്കനിസത്തിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നർത്ഥം. ഇനി 1791 കോൺസ്റ്റിറ്റ്യൂഷൻ വരെ 745 ആൾക്കാരെ മെമ്പേഴ്സ് ഉണ്ടാവും. അവർക്കും പ്രത്യേകിച്ച് ഡിവിഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ മാറ്റിയും മറിച്ചും എപ്പോ വേണമെങ്കിലും പറ്റാവുന്ന ഒരു തരത്തിലാണ് അവർക്ക് കൊടുക്കുന്നത്. പാർട്ടി ഫോർമേഷൻ ചെയ്തിട്ടുള്ള സൊസൈറ്റിയിൽ കൂടെ നമ്മുടെ കമ്പനി നമ്മുടെ ഈ ഏതാണോ എക്സ്ട്രീം വ്യൂസ് റിപ്പബ്ലിക്കനിസത്തിന്റെ അത് അവിടെ അവർ നർച്ചർ ചെയ്യും. ജക്കോബിയൻ ക്ലബില് അല്ലെങ്കിൽ കോർഡിയൽ ക്ലബില് മെർജ് ചെയ്ത് ഒരു പരിപാടി ഉണ്ടാക്കാണ്. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഡിമാൻഡ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ദ കിങ് ആണ്. രാജാവിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് അവര് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പസിൽ നടത്തുമ്പോൾ 1791 മെയ് മാസത്തിലാണ് ഇത് നടക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷന് അവര് ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്തിട്ട് ആ സമയത്ത് ലേ ഫാൽറ്റെ എന്ന് പറഞ്ഞിട്ട് റോയലിസ്റ്റ് ഫാക്ഷൻ, ജാക്കോബിയൻ സിസ്റ്റം, ഫാലിയൻ ഗ്രൂപ്പ് ഇവര് ഡെലിബറേറ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവൽ മൊണാർക്കി കൊണ്ടുവരുന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂവലിസം റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാല് ഇവിടെ തേർഡ് എസ്റ്റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് എസ്റ്റേറ്റ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നു. അവിടെ കോംപ്രമൈസിന് അവർ തയ്യാറല്ല. രാജാവിന്റെ കോംപ്രമൈസിന് അവർ തയ്യാറല്ല. അതിൽ ആണുങ്ങളായാലും ശരി പേട്രിയോട്ട് ആയാലും ശരി 1789 ഒരു പോപ്പുലർ പ്രഷറിനെ കൊണ്ട് കഷ്ടപ്പെടുന്ന മാതിരിയും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കിട്ടാണ്ട് ഒരു പോകുന്ന മാതിരിയും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഇതിൽ ഡച്ച് ഗവൺമെന്റ് മോഡറേറ്റ്സ് എല്ലാം കൂടെ വന്ന ശേഷം കീനായിട്ട് ഒരു റെവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവരികയും മെനു പീപ്പിൾ അതായത് സാധാരണക്കാര് അവര് വിഷ് ചെയ്യുന്നത് മൊണാർക്കിന്റെ റീകൺസീൽ ദ മൊണാർക്കി എന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് പലതരമായ ലെഫ്റ്റ് വിങ് ഡെപ്യൂട്ടീസ് വരുന്നുണ്ട് ജക്കോബിയൻ ക്ലബിൽ. ഈ ജക്കോബിയൻ ക്ലബിൽ കൂടെ ഇവര് ഫ്യൂച്ചർ റിപ്പബ്ലിക്കൻ എക്സ്ട്രീം റാഡിക്കൽസ് ആണ് ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത്. ഫ്യൂച്ചർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ന്യൂക്ലിയസ് ആയിട്ട് വരുന്നത് എക്സ്ട്രീം റാഡിക്കൽസ് ആണ്. ഇവര് ക്ലബായിട്ട് ഉണ്ടാക്കുകയും പല സ്ഥലങ്ങളിൽ അസംബിൾ ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ മെയിൻ ലീഡേഴ്സ് ആണ് മെർലിൻ ഡി തൊവൈൽ, ചാബോട്ട് ആൻഡ് കോത്തൻ. ഇവര് ഈ ഡോമിനേറ്റിംഗ് ലെഫ്റ്റ് വിങ് ഡെപ്യൂട്ടീസ് ഫോളോ ചെയ്യുന്ന വരുന്നതാണ് ബ്രിസോട്ട് എന്ന് പറയും. അപ്പൊ ഇവരൊക്കെ ബ്രിസോട്ട് എന്ന് വെച്ചാൽ ഗാർഡിയൻസ് ആണ്, അഡ്വക്കേറ്റ്, സ്ട്രോങ് അഡ്വക്കേറ്റ്സ്, വാറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ആസ്ട്രേക്കും ആ കാലഘട്ടങ്ങളിൽ നടക്കുന്ന വാർ നടക്കുന്നുണ്ട്. ഈ വാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഓസ്ട്രിയ അലൈസിന്റെ യുദ്ധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ലൂയി 16 ഫാമിലി പാരീസിൽ നിന്ന് കൗണ്ടർ റെവല്യൂഷണറി ആക്ടിവിറ്റീസിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി മാറിയുന്നു. അപ്പൊ ഇങ്ങനെ 1792 ഒരു വാർ നടക്കുകയും അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുകയും അതിൽ കൂടെ ആ കാലഘട്ടങ്ങളിൽ യുദ്ധം നടന്നപ്പോഴത്തേക്കും എല്ലാം ഡ്രെയിനേജ് ആവുകയാണ്. ഗ്രെയിൻസ് ഷോർട്ടേജ് വരുന്നു, സ്പെക്കുലേഷൻ വരുന്നു, ബ്ലാക്ക് മാർക്കറ്റിംഗ് വരുന്നു, എക്സ്റ്റേണൽ ത്രെട്ട് വരുന്നു, കൗണ്ടർ റെവല്യൂഷണറീസ് ഉണ്ടാകുന്നു. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ പാരീസിലെ ഒരു കമ്മ്യൂണിറ്റിന്റെ അല്ലെങ്കിൽ വോളണ്ടറി ആർമി ഉണ്ടാക്കുകയും അവരെ കൊണ്ട് ഇവിടെ വരുത്തിക്കാനായിട്ടുള്ള റെവല്യൂഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇനി 10-ാം തീയതി ഓഗസ്റ്റ് 1792 ഇത് കൊണ്ടുവരുന്നു. ഇതിനെ ആ സമയത്ത് മൊണാർക്ക് ഡൗൺഫോൾ ആകും അല്ലെങ്കിൽ മൊണാർക്കി എന്നുള്ള സിസ്റ്റം കോൺസെപ്റ്റ് പോവുകയും അതിനെ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഈ നാഷണൽ കൺവെൻഷനെയാണ് 20-ാം തീയതി സെപ്റ്റംബർ 1792 ഒരു റിപ്പബ്ലിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കി മാറ്റിയെടുക്കുന്നു. ഇനി പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് നോക്കുമ്പോൾ ഈ മെജോറിറ്റി ആയിട്ടുള്ള സ്റ്റേബിൾ ഗവൺമെന്റ് ആണോ, ഇവർക്ക് പെർമനന്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കൂടി പർട്ടിക്കുലർ ആയിട്ട് ഓരോ പോപ്പുലർ ഫാക്ഷനും അതിന്റെ മാരീസ് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഡീപ്പർ ആയിട്ടുള്ള ഗോർഡിയൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണ് ഇതിൽ ഡീപ്പറായിട്ട് പോകുന്നതും അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒഫീഷ്യലി കൺട്രോൾ ചെയ്യുന്നത് ബാലൻസ് ഓഫ് വോട്ടിംഗ് ആണ്, സപ്ലൈഡ് മിനിസ്റ്റേഴ്സിന്റെ ബാലൻസ് ഓഫ് വോട്ടിംഗ്. പിന്നെ
തേർഡ് ഗ്രൂപ്പ്, അതായത് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് ജാക്കോബിയൻ മൗണ്ടൻ സൈഡ്, അവരെയാണ് നമ്മൾ അപ്പർ ടയേഴ്സ് എന്ന് പറയും. അവരുടെ അസംബ്ലീസിനെ, അവരുടെ പോവാനുള്ള ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് റോസ്ബെറീസ് ആൻഡ് മാർത്ത ആൻഡ് ഡാൻടൺ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, നേച്ചർ ഓഫ് സ്ട്രഗിൾ വരുന്നു. അപ്പോൾ വെദർ ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ എ പേഴ്സണൽ റൈവലറി വെച്ചിട്ടാണോ അല്ല പവർഫുൾ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഗർഡോഡിയൻസിന്റെ ഒരു പാർട്ടി വെൽത്ത് ആണ്, അവർ റെപ്രസെന്റ് ചെയ്യുന്ന അപ്പർ ബുർഷായിസ് ആണെങ്കിൽ, വൈൽ മൊണ്ടേഗാർഡ്സ് സോഷ്യൽ ലെവലിൽ നിന്നുള്ള ഒരു ലീഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കോമ്പിനേഷനിൽ പോപ്പുലർ സപ്പോർട്ട് ആർക്ക് കിട്ടുന്നുള്ള അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഗവൺമെന്റിന്റെ ഫോർമേഷൻ, അല്ലെങ്കിൽ റവല്യൂഷണറി പേപ്പർ മണിക്ക് വന്നിട്ടുള്ള ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇവിടെ ഗാർഡിയൻസ് റാഡിക്കൽ ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മിലിറ്ററി ഗ്രൂപ്പും കൺവെൻഷനൽ ആയിട്ടുള്ള മംഗോൾ മൊണ്ടേഗാർഡ്സും കൂടെ പവറിലേക്ക് വരുന്നു. അവരെ ഇൻവേഡ് ചെയ്യാണ് ജൂൺ 2 1793. പിന്നെ അതിനുശേഷം നമുക്ക് കൂപ്പയെ കാണാൻ പറ്റും. ഇവിടെ ഈ കാലഘട്ടത്തിൽ ടെററൈസ് ചെയ്യുന്നു ജാക്കോബിയൻ റിപ്പബ്ലിക്കിനെ. 27 ജൂലൈ 1794 മൊണ്ടേഗാർഡ്സ് എന്ന് പറയുന്നവര് അതിന്റെ ലീഡർ ആയിട്ടുള്ള റോസ്ബെറി എലിമിനേറ്റ് ചെയ്ത് മാറ്റിയെടുക്കുകയും കൺസർവേറ്റീവ്സ് മാറ്റുകയാണ് അവര്. അതിനുശേഷം റാഡിക്കൽ റെവല്യൂഷൻ വരുന്നു. 1795 മറിയാസ് വരികയും പവറിലേക്ക് വരികയും ഇൻഡിപെൻഡൻസ് ഓഫ് ദി ഏർലിയർ സൊസൈറ്റിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള മേജർ എപ്പിസോഡ് എന്താന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷനിൽ 1792 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് റാഡിക്കൽ ലെഫ്റ്റിസ്റ്റ് ഐഡിയാസ് ഓഫ് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണം, ഏർലി കമ്മ്യൂണിറ്റി സിസ്റ്റം എന്തായിരിക്കണം, അതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിട്ട് പരാമർശിക്കുകയും ദ റവല്യൂഷണറി മൂവ്മെന്റ് വളരെ കോൺസ്റ്റിറ്റ്യൂഷണലി 1815 പാർട്ടി ഡിവിഷൻസ് ഉണ്ടാക്കുന്നു. ഇനി ഇതിൽ നമ്മൾ ഇതോടുകൂടി ആ ആദ്യത്തെ ചാപ്റ്റർ തീരുകയാണ്, രണ്ടാമത്തെ ചാപ്റ്റർ തീരുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആയ മോഡേൺ ഫ്രഞ്ച് സ്റ്റേറ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ആ മോഡേൺ ഫ്രഞ്ച് സ്റ്റേറ്റിൽ വരുമ്പോൾ ഈ ഫ്രഞ്ച് മൊണാർക്കിയായ ലൂയി 16ന്റെ മോഡൽ സെൻട്രലൈസ്ഡ് അബ്സല്യൂട്ടിസത്തെ പറ്റിയും, ഈ ഫ്രഞ്ച് റവല്യൂഷൻ വളരെ ഡിസ്ട്രക്ഷൻ, ഫ്യൂഡൽ ലോർഡ്സിനെല്ലാം അവരുടെ പവറൊക്കെ പോയി, നാഷണൽ അസംബ്ലി വരുന്നു, നെപ്പോളിയൻ വർക്ക് വരുന്നു, അവരെ ഓൾഡ് കിങ്ഡം മാറ്റി മോഡേൺ നേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഈ അറ്റംപ്റ്റ് എന്താ വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലെജിസ്ലേഷൻ, അഡ്മിനിസ്ട്രേഷൻ, ജസ്റ്റിസ്, ബ്യൂറോക്രസി, എഡ്യൂക്കേഷൻ, ഫൈനാൻസ് ആൻഡ് ഈവൻ റിലീജിയൻ, ഇതിൽ കൂടിയാണ് ഈ ചേഞ്ചസ് വരുന്നത്. ഈ മോഡേൺ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അബ്സല്യൂട്ട് സ്റ്റേറ്റും അബോളിഷൻ ഓഫ് ഫ്യൂഡൽ സ്ട്രക്ചർ ആണ്. ഫ്യൂഡൽ സ്ട്രക്ചർ ആയിട്ടുള്ള ആ ഗവൺമെന്റ് മാറ്റിയെടുക്കും. ക്രൗൺ ഇന്റർഫിയർ ചെയ്തിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്ന പെസന്റിന്റെ പ്രോപ്പർട്ടിയിൽ അവരെ വളരെ ഹാർഷായ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഈ ലാൻഡ് ലോർഡ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി അവരെ നോബിലിറ്റീനെയൊക്കെ ഒരു ലിറ്റിൽ ചോയ്സിലേക്ക് കൊണ്ടുവരുന്നു. ഇതിനുശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് റോയൽ ആബ്സല്യൂട്ടിസം ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് 1610 മുതൽ 1644 വരെ സ്റ്റേറ്റിന്റെ എക്സ്ട്രാക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. 17 മില്യണിൽ നിന്ന് 44 മില്യൺ ലിവറയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ റോയൽ ഒഫീഷ്യൽസ് സാലറി മേടിക്കുന്നവരും എക്സെപ്ഷണലി എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളവരും എല്ലാവർക്കും റെപ്രസെന്റേറ്റീവ് ലെവലിൽ വരുമ്പോഴത്തേക്കും ഇവിടെ പല പ്രോവിൻസസ് ഉണ്ട്. ബ്രിട്ടനി പ്രോവിൻസ്, ബ്രൻഗഡി, ലാംഗ്വേജി, ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെൻട്രലൈസേഷനിലേക്ക് വരികയും ചെയ്യുന്നു. 17ാം സെഞ്ചുറിയിൽ ടെൻഷൻ മൗണ്ട് ചെയ്യാണ്. അതിന്റെ ശേഷം അതിന്റെ റീജിയണൽ പവേഴ്സ് ആയിട്ട് മാറുന്നു. ഇവിടെ അബ്സല്യൂട്ട് സ്റ്റേറ്റ് മാറി ഒരു ഡിവൽ ക്യാരക്ടർ വരുന്നു. ഈ ഡിവൽ ക്യാരക്ടറിൽ കൂടെ എന്താ വരുന്ന വെച്ചാൽ ഒരു വേരിയസ് പല വിധത്തിലുള്ള ഫ്യൂഡൽ റൂളിംഗ് ക്ലാസ്സിനെ ഓവർകം ചെയ്തു പെസൻട്രി, മാത്രമല്ല അഗ്രികൾച്ചർ പ്രൊഡക്ഷനിൽ കൂടെയും. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ സ്റ്റേറ്റ് ബെനിഫിറ്റ് ചെയ്യുന്ന
പണം സമ്പാദിക്കുന്ന ഒരു എംബ്രോയിഡറി ഒരു സിസ്റ്റമായിട്ട് സോഷ്യൽ അഡ്വാൻസ്മെന്റ് വരുന്നു. ഈ കാലഘട്ടത്തിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനും സ്റ്റേറ്റ് സ്വാലോയിങ് അപ്പ് ഒക്കെ വെൽത്ത് മുഴുവനും പോകുന്നത് ഒരു ഗ്രൂപ്പിന്റെ കയ്യിലാണ്. ഇനി ആദ്യത്തെ ആക്ഷൻ നാഷണൽ അസംബ്ലിന്റെ ആദ്യത്തെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരുന്നു വെച്ചാൽ ഡിസ്ട്രോയ് ചെയ്യണത് റിലിക്സിനെ, ഫ്യൂഡലിസത്തിന്റെയും അരിസ്റ്റോക്രാറ്റിക് പ്രിവിലേജസിനെയും ഒരു മോഡേൺ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക. 4-ാം തീയതി ഓഗസ്റ്റ് 4-ാം തീയതി 1789 ഒരു എക്സ്ട്രാ ഓർഡിനറി സെഷൻ ഉണ്ടാക്കി അതിൽ വോട്ട് ചെയ്ത് ഈ റൈറ്റ്സിനെ, ഫിസിക്കൽ റൈറ്റ്സിനെ, നോബിൾസിന്റെയും ക്ലർജിയുടെയും ടൗൺസിനെയും പ്രോവിൻസിനെയും റൈറ്റ്സിനെ അബോളിഷ് ചെയ്യുന്നു. ഇതിനുശേഷം ഈ റിപ്പബ്ലിക്കൻ ഒരു റെവല്യൂഷണറി ചേഞ്ചിൽ കൂടെ വന്നപ്പോ പൊളിറ്റിക്കൽ കൺട്രോൾ ചേഞ്ച് ചെയ്ത് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കിയിൽ നിന്ന് അതേമാതിരി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിലും തിയോർഡിയൻ റൂളിൽ നിന്ന് കോൺസ്റ്റുലേറ്റ് എംപററിലേക്കും അത് മാറിപ്പോകുന്നു. ഈ കാലഘട്ടത്തിൽ ഒഫീഷ്യൽ അബോളിഷൻ, അതായത് മൊണാർക്കി, ഫ്യൂഡൽ മൊണാർക്കിനെ മാറ്റി പ്രിവിലേജ് ആയിട്ടുള്ള എല്ലാവരെയും മാറ്റി പഴയ ആൾക്കാരെയൊക്കെ മാറ്റി ഒഫീഷ്യൽസ് എല്ലാം മാറ്റിയിട്ട് 1791 ഫ്രാൻസ് ഒരു പുതിയ റീകൺസ്ട്രക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. ഈ റീകൺസ്ട്രക്ഷനിൽ കൂടെ അവര് വെൽത്തിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എടുക്കുകയാണ്. ഈ ഇതിൽ അതോറിറ്റി എന്താ വെച്ചാൽ ഇലക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, ഗ്രാജുവലി അത് ഒരു വാറായിട്ട് വരും, സിവിൽ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നു, ജക്കോബിയൻ റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. ഇതിനെ ഫോളോ ചെയ്യുന്നത് കോൺസുലേറ്റ് ഓഫ് നെപ്പോളിയൻ ആ കാലഘട്ടത്തിൽ വരുന്ന പവർ ഓഫ് സെൻട്രലൈസേഷൻ ആയിട്ട് വരികയാണ്. ഇനി റീകൺസ്ട്രക്ഷൻ ചെയ്തെടുക്കുന്ന ഫ്രാൻസിൽ അഡ്മിനിസ്ട്രേഷൻ വഴി പ്ലേസിൽ 4-ാം തീയതി അബോളിഷ് ചെയ്യുന്നു. ഓഗസ്റ്റ് 4-ാം തീയതി 1789 ഒരു ന്യൂ സിസ്റ്റം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ മാനേജിങ്, ഈ സിസ്റ്റം ഡിസൈറബിൾ ആകുന്നത് മുഴുവൻ ഫുഡ് കൺട്രോളും ഒക്കെ ഈ സിസ്റ്റത്തിൽ 1780 83 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായ ഏരിയ ഭാഗിച്ചു കൊടുത്തിട്ട് അതിൽ കൂടെ അവരുടെ ഉദ്ദേശം പ്രൊമോട്ട് ചെയ്യുക, നാഷണൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക, പ്രിവെന്റ് ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ പ്രൊവിൻഷ്യൽ റൈവലറി മാറ്റുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇനി ഓരോ ലെവലിലും, മുനിസിപ്പൽ ലെവലിലും, റൂറൽ കൗൺസിൽ ലെവലിലും, മേയർ കൗൺസിൽ ലെവലിലും, ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ കൂടെ അവരെ അഡ്മിനിസ്ട്രേഷൻ റീപ്ലേസ് ചെയ്ത് പവർഫുൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ്, അവരുടെ പേരാണ് ഇൻഡൻസ് എന്ന് പറയും, ഇവരെ കൊണ്ടുവരുന്നു. ഇലക്റ്റഡ് ആയിട്ടുള്ള ഓഫീഷ്യൽസ് വളരെ ഓൾവേസ് ആയിട്ട് വർത്തി ഓഫ് പോസ്റ്റ് ആണോ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം 1790 ബേസിക് സ്ട്രക്ചർ നെപ്പോളിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി പബ്ലിക് സേഫ്റ്റി അണ്ടർ ജക്കോബിയൻ റിപ്പബ്ലിക് എന്നുള്ളതും പറയുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്ത് ഫൈനാൻസിൽ കൂടെ വന്നപ്പോ പാറ്റേൺ അതോറിറ്റിന്റെ ഡിസ്പെൻസിൽ കൂടെ വന്നിട്ട് ഇതിന് 5 വർക്കിംഗ് സെക്ഷൻസ് ഉണ്ട്. 5 വർക്കിംഗ് സെക്ഷൻസ് പറയുമ്പോൾ പോളിസി മേക്കിംഗ്, വാർ, നേവി, ഇന്റീരിയർ, ലെജിസ്ലേഷൻ ആൻഡ് ഫൈനാൻസ്. ഇവര് മിനിസ്റ്റേഴ്സ് ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കുന്നു. അതിൽ കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കൗൺസിൽ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു. ഇത് ഡയറക്ട്ലി അണ്ടർ നെപ്പോളിയൻസ് കൺട്രോളിൽ. ഈ അതേമാതിരി എംപയർ ക്രിയേറ്റ് ചെയ്ത പോലീസ് സ്റ്റേറ്റും അത് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷനിങ് ഒക്കെ പ്രിഡിസെക്സേഴ്സും ഉണ്ടായിരുന്നു. ഈ മിനിസ്ട്രി ഓഫ് പോലീസ് ഉണ്ടാക്കി വരുന്നത് 1796 ഹെഡ് ചെയ്യുന്നത് ഫൗച്ച് എന്നാണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ 4 റീജിയണൽ വൈസ് പോലീസ് ഡിവിഷൻസ് ഉണ്ടാക്കുന്നു. ഒന്ന് സീക്രട്ട് പോലീസ്, സെൻസർഷിപ്പ്, പ്രിസൺ, സർവൈലൻസ്, ഫുഡ് ആൻഡ് പ്രൈസസ്, മണി മാർക്കറ്റ്, പ്രിഫറൻസ് വരുന്നത് മുഴുവനും ലാർജ് ആയിട്ടുള്ള എല്ലാ പോലീസ് പവേഴ്സും ഇന്റീരിയർ മിനിസ്ട്രിയുടെ കൺട്രോളിൽ വരുന്നു. ഇനി അഡ്മിനിസ്ട്രേഷൻ, നാഷണൽ അസംബ്ലി അതിൽ 1700 ഉണ്ടായതും മോഡിഫിക്കേഷൻസും ഒരു കാൻഡോൺസ് ഒക്കെ കൊണ്ടുവന്ന് നെപ്പോളിയൻ ഫ്രാൻസിനെ
കൺട്രോളിൽ കൊണ്ടുവരുന്നു. എലക്റ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സും ജഡ്ജസും ടാക്സ് കളക്ടേഴ്സും പാരിഷ് പ്രീസ്റ്റുമാണ് റീപ്ലേസ് ചെയ്ത് പുതിയതായിട്ടുള്ള മേയർ, പെർഫെക്ട്സ്, സബ് പെർഫെക്ട്സിനൊക്കെ അപ്പോയിന്റ് ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് എനേബിൾഡ് സിസ്റ്റം കൊണ്ടുവന്ന് അവിടെ ടാക്സ് കളക്ഷൻ ബിക്കം റെസ്പോൺസിബിലിറ്റി പെയ്ഡ് ഓഫീഷ്യൽസിന്റെ സെൻട്രൽ ട്രഷറിയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ആയിട്ട് മാറ്റുന്നു. The entire work ടാക്സ് കളക്ഷൻ സിസ്റ്റമാറ്റിക് ആക്കിയും എഫിഷ്യന്റും ആക്കി കൊടുക്കുന്നു. ന്യൂ എക്സെപ്ഷൻസ് ഒന്നും ബർത്ത് കാരണമോ ന്യൂ ടാക്സ് എക്സെപ്ഷൻസോ സ്പെഷ്യൽ റൈറ്റ്സോ അതൊന്നും ഇല്ല. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 1789 എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തത് നെപ്പോളിയനിക് ഇറ എന്ന ലെവലിലാണ്. ഇപ്പോൾ നെപ്പോളിയന്റെ ഇൻസ്ട്രുമെന്റ് യൂണിഫൈങ് ദ നേഷനിൽ വരുമ്പോൾ കോൺസുലാറും ഇംപീരിയൽ റെഷീമിലേക്കാണ് എത്തിപ്പെടുന്നത്. ഈ വേ ഓഫ് ലീഗൽ യൂണിറ്റി കൊണ്ടുവരികയും ലിറ്റിൽ ബൈ ലിറ്റിൽ വളരെ സാവധാനത്തിലാണ് കൊണ്ടുവരുന്നത്. 300 ലീഗൽ സിസ്റ്റംസ് കൊണ്ടുവരുന്നു ഫ്രാൻസില്. ഇതിൽ കൂടെ റോമൻ ലോ, സദേൺ ഫ്രാൻസില് റോമൻ ലോ, കസ്റ്റമറി ലോ നോർത്തേൺ ഭാഗത്ത്, കൺവെൻഷൻ റവല്യൂഷണറി കൺവെൻഷൻ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്തത് അതോറിറ്റേറിയൻ ഓഫ് റോമൻ ലോയിനെ പറ്റിയും അതിൻ്റെതായ ഗ്രേറ്റർ ലിബറലിസത്തെ പറ്റിയും കസ്റ്റമറിനെ പറ്റിയും അവര് ഒപ്പോസ് ചെയ്യുന്നു. ഇവിടെ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇനീഷ്യേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് സിവിൽ ലെജിസ്ലേഷൻ ആണ്. അതിൽ കൂടെ സീരിയസ് ആയ ഡിബേറ്റ് നടത്തി പറ്റേണൽ അതോറിറ്റി, മാരേജ് കോൺട്രാക്ട്, ഫ്രീഡം ടു മേക്ക് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരമുള്ള വില്ല്, ഇതൊക്കെ അവര് എടുക്കുകയാണ്. അബ്സല്യൂട്ട് ഇക്വാലിറ്റി സക്സഷൻ ഹെയർസ് വാസ് വിസിബിൾ. അതിന് 1791 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ജനറൽ കോഡ് ഓഫ് സിവിൽ ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി വോട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസം 1792. അതിൽ കൂടെ അവര് ഡിമാൻഡ് ചെയ്യുന്നത് സെക്കുലറൈസേഷൻ ഓഫ് ബർത്ത്, മാരേജ് ആൻഡ് ഡെത്ത് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഡൈവോഴ്സ്. ഇതിൽ പ്രപ്പോസ് ചെയ്ത റാഡിക്കൽ പ്രോജക്റ്റ് പീനൽ കോഡും കോൺസ്പിറസി ഓഫ് കമ്പാറാസ് ആണ് ഓഗസ്റ്റ് 1791 വരുന്നത്. നെപ്പോളിയന്റെ കോഡ് സ്ട്രക്ക് ചെയ്ത ഒരു ബാലൻസ് 2 സോഴ്സ് ഓഫ് ലോയിൽ കൂടിയാണ്. ഇവിടെ ഒന്ന് റോമൻ ലോ, എവിടെയാണോ സൂട്ടബിൾ ആയിട്ട് വരുന്നത് അതോറിറ്റേറിയൻ ലേച്ചറിലും, അതുവഴി ഷിഫ്റ്റ് സിസ്റ്റം വന്നിട്ട് കൺവേഴ്സേഷൻ വരുന്നു ഫാമിലി മാറ്റേഴ്സിലേക്ക്. പാറ്റേണൽ അല്ലെങ്കിൽ അച്ഛന്റെ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും, ഡൈവേഴ്സ് റിട്ടൈൻ ചെയ്യാനും സൂപ്പർ ആയിട്ടുള്ള സബ്ജക്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് കൊണ്ടുവരുന്നു. മാത്രമല്ല സ്ത്രീകളാണ് ഏറ്റവും ഈ ഇതിന്റെ പ്രിൻസിപ്പൽ വിക്ടിംസ് ആയിട്ട് വരുന്നത്. വൈഫിനൊന്നും അവരുടെ വൈഫ് സബോർഡിനേറ്റ് ആയിട്ട് ഹസ്ബൻഡിന് കൂടെ പോവുകയും വേണം. അതേമാതിരി ഒരു വിധത്തിലും അഡ്മിനിസ്ട്രേഷനിലോ ജുഡീഷ്യൽ ആക്ട്സിലോ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇക്വാളിറ്റി ഓഫ് ദ സെൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല കൺവെൻഷനില്, അത് ഡിനൈ ചെയ്യാണ് നെപ്പോളിയന്റെ കോഡ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് നെപ്പോളിയൻ വരുമ്പോഴത്തേക്കും അഡോപ്റ്റ് ചെയ്യുന്നത് എൻറ്റയർലി ന്യൂ പ്രോപ്പർട്ടി റൈറ്റ്സും റൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പും സജസ്റ്റ് ചെയ്ത പ്രകാരം, റെവല്യൂഷണറീസിന്റെ സജഷൻ പ്രകാരം ആണ് അത് വരുന്നത്. അവിടെ ഫ്യൂഡലിസം, ഫ്യൂഡൽ പ്രിവിലേജസ് ഒക്കെ എൻഡോസ് ചെയ്യുന്നുണ്ട്. ഈ കോഡ് ഓഫ് നെപ്പോളിയനില് നമ്മള് സിവിൽ കോഡ് എന്ന് പറഞ്ഞു 1804, കോഡ് ഓഫ് സിവിക് പ്രൊസീജിയേഴ്സ് 1806 വന്നു, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സും വന്നു. ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് ഇന്റർപേഴ്സണൽ റിലേഷൻ, ക്വിക്ക് കോർട്ട് ആക്ഷൻ, നാഷണൽ ലെവലിൽ യൂണിഫോമിറ്റി, ഇതെല്ലാം കൊണ്ടുവന്ന് സിവിൽ സൊസൈറ്റി, സിവിൽ ഇക്വാലിറ്റി, ഫ്രീഡം ഓഫ് റിലീജിയൻ, പവർഫുൾ നേഷൻ സ്റ്റേറ്റ് കൊണ്ടുവരാണ്. അപ്പൊ ഈ കോഡിൽ കൂടെ എത്രത്തോളം സോഷ്യൽ റവല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം അവർ കൊണ്ടുവരുന്നു. ഇതിൽ ഫ്രാൻസ് മാത്രമല്ല ഇൻക്ലൂഡ് ആവുന്നത്, അടുത്ത നെയ്ബറിംഗ് കൺട്രികളായ ബെൽജിയം, ഹോളണ്ട്, ലക്സംബർഗ്, സ്വിറ്റ്സർലൻഡിൽ എല്ലാത്തിലും കൊണ്ടുവരുന്നു. പിന്നെ യൂണിറ്റിയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയ ഒരു പുതുമ ഉണ്ടാക്കിയത് നാഷണൽ അസംബ്ലി 1791 അവിടെ ആ ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ചാൽ മെട്രിക് സിസ്റ്റം, വെയിറ്റിന്റെയും മെഷേഴ്സിന്റെ, ഗ്രാംസ്, മീറ്റേഴ്സ്, ലിറ്റേഴ്സ്, ഇതൊക്കെ ഒരു മെട്രിക് സിസ്റ്റം കൊണ്ടിരിക്കും. ഇത് ഇൻഫ്ലുവൻസ് വേൾഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ആവുകയും ചെയ്യുന്നു. ഇതിന്റെ യൂണിഫോമിറ്റി ഏർലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഡെസിമൽ ഡിവിഷൻസിൽ. അപ്പൊ
ഈ ഇംപ്ലിമെന്റേഷൻ വളരെ സ്ലോ ആയിരുന്നെങ്കിൽ കൂടെയും പക്ഷെ ഇതൊരു ന്യൂ റെവല്യൂഷണറി റിപ്പബ്ലിക്കൻ കലണ്ടർ ആയിട്ട് വരികയും ചെയ്യുന്നു. അത് തെറ്റുപോകുന്നു. പക്ഷെ എന്നാലും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബർത്ത് ഓഫ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ, ഓരോ നെയിംസ്, ഡിവിഷൻസ് ഓഫ് മന്ത്, ഇയർ, ഫോർമർലി ഇറ്റ് ഈസ് അബാൻഡൻ ചെയ്തിരുന്നതാണ് 1809. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന റിലീജിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. കാത്തലിക് ചർച്ചാണ് അവരെ കൺട്രോളിൽ ഇരുന്നത്. ആ കാത്തലിക് ചർച്ചിന് ഇവിടെ ഡിവിഷൻ ആയിരുന്നെങ്കിൽ കൂടെയും അവരൊരു സപ്പോർട്ട് നാഷണൽ കൺവെൻഷൻ നടത്തി ഡീക്രിസ്ത്യനൈസേഷൻ നടക്കുന്നു. ആ വേർഡ് സെയിന്റ് എന്നുള്ളതൊക്കെ മാറ്റി അവിടെ ചർച്ചിനെയൊക്കെ ലൂട്ട് ചെയ്തെടുത്തിട്ടു. റെവല്യൂഷണറി പ്രീസ്റ്റിനൊക്കെ കല്യാണം കഴിക്കാമെന്നുള്ള ഒരു മാരേജ് കഴിക്കാമെന്നുള്ള ഒരു പോളിസി കൊണ്ടുവരുന്നു. റെവല്യൂഷണറി ഡീസെൻട്രലൈസേഷൻ കൂടുതലായിട്ട് വന്നപ്പോഴത്തേക്കും ഈ കാത്തലിക് റിലീജിയൻ യൂണിഫൈങ് ആക്ടിവിറ്റിനെ കാട്ടിലും അത് ഒരു പരസ്പര വിരുദ്ധമായിട്ട് അവർക്ക് തോന്നുകയും ആ മാനറിൽ സെക്യുലർ സ്റ്റേറ്റ് ആർട്ടിക്കിൾ 10 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ അവിടെ കൊണ്ടുവരുന്നു. ഇവിടെ നാഷണൽ ചർച്ച് വരികയും ഇതിൽ കൂടെ ചർച്ചിന്റെ പോപ്പിന്റെ അതോറിറ്റി, ആ പോപ്പുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വരികയാണ്. കോൺകോർട്ട് എന്നാണ് അതിന്റെ പേര്. ഇതിൽ കൂടെ ഇവര് ഡിസൈൻ ചെയ്യുന്നത് പാസിഫൈ എങ്ങനെയെങ്കിലും ഈ കാത്തലിക്സിനെ ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ റീകൺസിലിയേഷൻ കൊണ്ടുവരണം. അതേമാതിരി റിലീജിയൻ മെജോറിറ്റി ഫ്രഞ്ച് പീപ്പിളുടെ റിലീജിയൻ ആക്കി മാറ്റണം. പ്രൊട്ടസ്റ്റന്റ്സും ജ്യൂസും പ്രൊട്ടക്ഷൻ, സ്റ്റേറ്റിന്റെ പ്രൊട്ടക്ഷൻ കിട്ടണം. ബിഷപ്പിനും അതർ മെമ്പേഴ്സിനും ഹാൻഡ്സിന്റെ, അതായത് സ്റ്റേറ്റിന്റെ ഹാൻഡ്സിൽ കൊണ്ടുവരണം. ഡെസ്പൈറ്റ് ഇത്രയൊക്കെ കൊണ്ടുവന്നാലും അതൊരു ബേസിക് ആയിട്ടുള്ള, അങ്ങനെയാണ് ഈ ഫ്രാൻസിന്റെ ഒരു കെട്ടിപ്പടുത്തൽ ഉണ്ടാക്കുന്നത്. ഇനി പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് മൊബിലൈസേഷനും സിറ്റിസൺഷിപ്പിന്റെ മൊബിലൈസേഷനാണ്. എല്ലാരെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് റൂളേഴ്സ് കമ്പൽസറി മിലീഷ്യ, അതായത് കമ്പൽസറി ആയിട്ട് മിലിറ്ററി സിസ്റ്റം 1726 കൊണ്ടുവച്ചു. ഇതിൽ കൺഫേർട്ട് ചെയ്ത് എല്ലാവരും ബേർഡൻ ഓഫ് മിലീഷ്യ ബിലിറ്റിംഗ് എല്ലാം ചെയ്തിട്ട് റൂറൽ പോപ്പുലേഷനിൽ കൂടെയാണ് ഇവരെ കമ്പൽഷൻ ആയിട്ട് ഒരു മിലിറ്ററി ഗ്രീവൻസസ് മാറ്റിയും നാഷണൽ അസംബ്ലി ഉണ്ടാക്കുന്നു. അതേ കൂടെ ഫ്രഞ്ച് സിറ്റിസൺസിന് കമ്പൽസറി മിലിറ്ററി സർവീസ് കൊണ്ടുവരുന്നു. 2 ക്രൈസിസ് അവിടെ വരും ആ കാലഘട്ടങ്ങളിൽ. 2 ക്രൈസിസിൽ കൂടെ സപ്ലിമെന്ററി വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരുന്നു. കിങ്സിന്റെ ഫ്ലൈറ്റിന്റെ 1700 മൊബിലൈസേഷൻ കൊണ്ടുവരുന്നു. കൗണ്ടർ പാർട്സ് ആയിട്ട് കൊണ്ടുവരികയും അങ്ങനെ ഫെർവെന്റ് ആയിട്ടുള്ള പാട്രിയോട്ടിസത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഒരു റെവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗവൺമെന്റും പബ്ലിക് സേഫ്റ്റി ഡിക്രീഡും യൂണിവേഴ്സലി 25 നേഷൻ 23 ഓഗസ്റ്റ് 1791 എമർജ് ചെയ്യാണ്. അതിനാണ് ആ ഡിക്ലറേഷനിൽ കൂടെ റിപ്പബ്ലിക് എന്നുള്ള ഒരു റിക്വസിഷനിലേക്ക് കൊണ്ടുവരികയും എല്ലാ ആൾക്കാരും മാരേജ് ചെയ്യാനും ഫോർജ് ആംസിലും ട്രാൻസ്പോർട്ട് സപ്ലൈസിൽ കൊണ്ടുവരാനും മൊറൽ പബ്ലിക് ബിൽഡിങ്സ് ഒക്കെ ബാരക്സ് ആക്കി മാറ്റുന്നു. അതിന് പബ്ലിക് സേഫ്റ്റി ചാർജ് കൊടുക്കുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ടാക്കുന്നു. വർക്ക്ഷോപ്സ്, ഫാക്ടറി, മില്ല്, അങ്ങനെ കാര്യങ്ങൾ 3/4 മില്യൺ ഉണ്ട്. ഇതിൽ കൂടെ റെവല്യൂഷണറി ആർമിയിൽ കൂടെ സിറ്റിസൺസിനും റെവല്യൂഷണറി ആക്ടും കൊണ്ടുവരികയും എല്ലാവർക്കും ഫിക്സ്ഡ് ഫുഡ് പ്രൈസസും പ്രൊസീജിയർ, അതായത് ഫുഡ് ഗ്രെയിൻസ് റെവല്യൂഷണറി ആക്ടിവിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസംബറിൽ 1804 നമുക്ക് ആക്ച്വൽ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ കൂടെ പുതിയ ഡബിൾ ഫ്രണ്ട് വാർ നെപ്പോളിയൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കുകയും 1500 ഫ്രാങ്ക്സ് വെച്ച് പൂർ ആയിട്ടുള്ളവർക്കും ഓർഡിനറി ആയിട്ടുള്ളവർക്കും കൊടുക്കുകയും കോൺസ്പിറേഷൻ കൊടുത്തിട്ട് റെവല്യൂഷണറി നെപ്പോളിയനിക് ഇറ വളരെ പ്രത്യേകമായ ഒരു മൊബിലൈസേഷൻ കൊണ്ടുവന്നു. ബുക്സ്, ലീഫ്ലെറ്റ്സ്, കാർട്ടൂൺസ്, സ്പീച്ചസ് ഒക്കെ കൊണ്ടുവരുന്ന സെന്റിമെന്റ് ആയിട്ട് കൊണ്ടുവരാൻ.
ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു പൊളിറ്റൈസ്ഡ് റവല്യൂഷണറി ആർമി ക്രിയേറ്റ് ചെയ്തെടുത്ത് ഐഡിയലായിട്ട് കൊണ്ടുവരുന്നു. മിലിറ്ററി സർവീസ് എക്സ്പ്രഷൻ ഓഫ് പേട്രിയോട്ടിസം എന്നുള്ള ലെവലിലാണ് കാണുന്നത്. അതായത് ഒരു രാജ്യത്തിനോട് വർക്ക് ചെയ്യുക എന്നുള്ളത്, രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഫ്രാൻസ് അങ്ങനെ മിലിറ്ററി വർക്ക്ഷോപ്പായി സപ്ലൈ പ്രൊവിഷൻസ് കൊടുക്കുന്നു, ഒഫീഷ്യൽസിനെ ഫിക്സ് ചെയ്യുന്നു, കോൺട്രാക്ട് ഫിക്സ് മാരേജസും ലേറ്റർ ഓൺ വളരെ സ്ട്രോങ് നേഷനായിട്ട് വരികയാണ്. പിന്നെ അവർ വളരെ കൂടുതലായിട്ട് വരുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കാണ്. ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഫോക്കസ് ചെയ്തിട്ട് അവർ വളരെ കാര്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവന്ന് റീറ്റെയിൻ ചെയ്ത് നെപ്പോളിയന്റെ പലവിധത്തിലുള്ള പ്രിഫെക്ട്സിനെയും ലിങ്ക്സിനെയും ഗവൺമെന്റിനെയും കൊണ്ടിരിക്കുന്നുണ്ട്. നെപ്പോളിയൻ എഡ്യൂക്കേഷൻ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറ്റുന്നത്, നേഷൻ ബിൽഡിങ്ങിന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് എഡ്യൂക്കേഷനെ മാറ്റി എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത് കൂടാണ്ട് ഇമ്പീരിയൽ യൂണിവേഴ്സിറ്റി പാരീസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൽ കൂടെ ഗ്രാൻഡ് മാസ്റ്റർ റെപ്രസെന്റേറ്റീവ്സ് അത് ട്രീറ്റ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, നേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ഈ കാലഘട്ടങ്ങളിൽ ചർച്ചിന്റെയും എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിട്ട് ഈ നെപ്പോളിയന്റെ വുമൻസ് റൂളും കൺഫർമേഷൻ ചെയ്ത് വുമൺ ബ്രോട്ട് ടു ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒബീഡിയന്റ് ആയിട്ടുള്ള ഹൗസ് വൈഫായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.